മിക്കവാറും നമ്മുടെ ഹെർബലി ടച്ചിന്റെ ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസ് മിക്കവാറും ഒരു 35 ഏജിന് എബോ ഉള്ളൊരു പറയുന്ന ഒരു പ്രശ്നമാണിത്. ഞാൻ നല്ല രീതിയിൽ ന്യൂട്രിയൻ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണങ്ങളാണ് ഞാൻ കഴിക്കുന്നത്. ഈ ഫ്രൈഡ് ഐറ്റംസ് എല്ലാം ഒഴിവാക്കി വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രോട്ടീൻ ഇൻടേക്ക് കൃത്യമായിട്ട്, ഫാറ്റ് ഇൻടേക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടും പക്ഷേ ഞാൻ ന്യൂട്രിയൻസ് എനിക്ക് നല്ല രീതിയിൽ കുറവ് വരുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റമിൻസ് ചെക്ക് ചെയ്യുമല്ലോ, വൈറ്റമിൻസ് എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ എനിക്ക് വൈറ്റമിൻസ് കുറവ് കണ്ടുവരുന്നുണ്ടെന്ന് കുറേ പേഷ്യൻസ് ഒരു എബോ 35 ഏജിൽ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡൈജഷന് സഹായിക്കുന്ന ഒരു മെയിൻ ഓർഗൻ ആണ് കുടൽ എന്ന് പറയുന്നത്. അപ്പം ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അവിടെ അബ്സോർപ്ഷൻ നടക്കാതെ വരും. അപ്പോൾ എത്ര നല്ല ന്യൂട്രിയൻസ് ഫുഡ് കഴിച്ചാലും അവിടെ അബ്സോർപ്ഷൻ നടക്കൂല. എന്ന് വെച്ചാൽ ഈ പ്രത്യേകിച്ചും ഈ ഗ്യാസ്, അതുപോലെ ദഹനക്കേട്, ഉറക്കക്കുറവും അതും നമ്മൾ ശ്രദ്ധിക്കണം. ഉറക്കക്കുറവുണ്ടെങ്കിലും നമ്മുടെ ഡൈജഷൻ ഇംപ്രോപ്പർ ആവാറുണ്ട്. അപ്പോൾ കുടലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവിടെ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കൂല. അതിനെയാണ് നമ്മൾ മാൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ന്യൂട്രിയൻസ് കുറഞ്ഞ് വരുന്ന സമയത്ത് നല്ല ന്യൂട്രിയൻസ് സപ്ലിമെന്റ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ദഹനം ശരിയാക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ കുടലിന്റെ ഒരു ദഹന വ്യവസ്ഥ ക്ലിയർ ആയി കിട്ടിയാലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയോ അത് നമ്മുടെ ശരീരത്തിന് അത് കിട്ടുകയുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് ഞാൻ കൃത്യമായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ കോംബോ ഒന്ന് സജസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ വരുന്ന ധാന്യക്കാർക്കും അതുപോലെ DG ടാബ് നമുക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് നല്ല റിസൾട്ടാണ് ഒരു 2 വീക്കിൽ തന്നെ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ദഹനം ശരിയാക്കുക, നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയാക്കുക, അതിനുശേഷം ന്യൂട്രിയൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ന്യൂട്രിയൻസ് കുറവാന്ന് പറഞ്ഞ് സപ്ലിമെന്റ്സ് എടുക്കാതെ പ്രോപ്പറായിട്ട് ഡൈജഷൻ ക്ലിയർ ആക്കിയിട്ട് ന്യൂട്രിയൻസ് എടുക്കുകയോ ലൈഫ് സ്റ്റൈലിൽ ഫുഡ് എല്ലാം കൃത്യമാക്കിയാൽ നമുക്ക് നല്ല ഒരു ചേഞ്ചസ് ആണ് വരുന്നത്.